പാകിസ്ഥാനിൽ ബലൂച്ച് ലിബറേഷൻ ആർമി ട്രെയിൻ ആക്രമിച്ച് ബന്ദികളാക്കിയവരിൽ 104 പേരെ പാക് സൈന്യം മോചിപ്പിച്ചു. 100-ലേറെ പേർ ഇപ്പോഴും ബന്ദികളായി തുടരുകയാണ്. 30 പാക് സൈനികരും 16 ബലൂച്ച് ലിബറേഷൻ ആർമി അംഗങ്ങളും കൊല്ലപ്പെട്ടതായാണ് ഏറ്റവും ഒടുവിലായി പുറത്തുവന്ന റിപ്പോർട്ടുകൾ. പി ജെയിംസ് ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. പി ജെയിംസ്, ഈ ബന്ദികളെ രക്ഷപ്പെടുത്തുന്നതിനിടയിലും വലിയ ഏറ്റുമുട്ടലാണ് ഉണ്ടായത്. ഒരുപാട് പേർക്ക് ജീവൻ നഷ്ടമാവുന്ന നിലയുണ്ടായി. അതിൽ പാക് സൈനികരും ഉൾപ്പെടുന്നുണ്ട്. ഇപ്പോൾ എത്ര പേർ ബന്ദികളായുണ്ട്? അവരെ മോചിപ്പിക്കാനുള്ള ശ്രമം ഏറ്റവും ഒടുവിലായി പാക് ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്ന നീക്കങ്ങൾ എങ്ങനെയാണ്? റീജിത്ത്, ഈ പറഞ്ഞ പോലെ തന്നെ പാകിസ്ഥാനിലെ ബലൂജ് പ്രവിശ്യയിൽ വലിയ ഏറ്റുമുട്ടൽ ട്രെയിനുള്ളിൽ തന്നെ നടക്കുന്നുവെന്ന റിപ്പോർട്ടാണ് വരുന്നത്. പ്രത്യേകിച്ച് അവിടെ ഇന്റർനെറ്റ് സൗകര്യങ്ങൾ ഇല്ലാത്ത, ഇന്റർനെറ്റ് അങ്ങോട്ട് റീച്ചില്ല, അത് ഫോൺ സൗകര്യമില്ല മേഖലയിൽ ഒരു മൗണ്ടൻ, ഒരു പർവ്വതത്തിൻ്റെ അടുത്തുള്ള ടണലിന് സമീപമാണ് ഈ ജാഫർ എക്സ്പ്രസ് എന്ന ട്രെയിൻ, പെഷ്വാറിൽ നിന്ന് കൊറ്റയിലേക്ക് പോയിക്കൊണ്ടിരുന്ന ട്രെയിൻ തടഞ്ഞ് ആക്രമിച്ച് ബലൂജ് ലിബറേഷൻ ആർമി അവരെ ബന്ദികളാക്കി വെച്ചിരിക്കുന്നത്. 450 പേരിൽ 250-ലേറെ പേരെ, 50-ൽ താഴെ പേരെ വിട്ടയച്ചിട്ടുണ്ട്. 214 പേരെയാണ് ബന്ദികളാക്കി വെച്ചത്. അതിനിടയിൽ പാക് സൈന്യത്തിലെ 105 പേർ ട്രെയിനിൽ ഉണ്ടായിരുന്നു എന്നാണ് റിപ്പോർട്ട്. അവരെ മോചിപ്പിക്കാൻ പാക് സൈന്യം വ്യോമസേന വന്ന് വ്യോമാക്രമണം തന്നെ നടത്തി. ഹെലികോപ്റ്ററുകളിൽ വന്ന് പരസ്പരം വെടിവെപ്പുണ്ടായി. ഒരുപാട് പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. പാക് സൈനികർ മാത്രം 30-ലേറെ പേർ കൊല്ലപ്പെട്ടിരിക്കുന്നു. ബലൂജ് ആർമിയുടെ, ലിബറേഷൻ ആർമിയുടെ ഭീകര സംഘടനയായിട്ടാണ് പാകിസ്ഥാനും മറ്റു രാജ്യങ്ങളും അതിനെ മുദ്രകുത്തിയിട്ടുള്ളത്. അവരുടെ 16 പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. എന്തായാലും 104 പേരെയാണ് 2 മണിക്കൂർ മുമ്പ് വരെ മോചിപ്പിച്ചത്. ഇപ്പോൾ കുറച്ചു പേരെ കൂടി മോചിപ്പിച്ചുവെന്ന് അനൗദ്യോഗിക റിപ്പോർട്ട് വരുന്നുണ്ട്. എന്തായാലും ഒരുപാട് പേർ കൊറ്റ റെയിൽവേ സ്റ്റേഷനിൽ ബന്ധുക്കൾ ഒത്തുകൂടി കാത്തു നിൽക്കുകയാണ്. ഒരു തരത്തിലും ഇവരെക്കുറിച്ചുള്ള കാര്യങ്ങൾ അറിവാവുന്നില്ല. ഒരുപാട് യാത്രക്കാർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. ഇപ്പം മോചിപ്പിച്ച 104 യാത്രക്കാരിൽ 20ഓളം പേർക്ക് ഗുരുതരമായ പരിക്കുകൾ ഉണ്ടെന്ന് അറിയുന്നത്. പാക് സൈനികരും അതുപോലെ തന്നെ ഈ ബലൂജ് ആർമിയുടെ ആൾക്കാരും തമ്മിലുള്ള വെടിവെപ്പിലാണ് ഇവർക്കൊക്കെ പരിക്കേറ്റിട്ടുള്ളത്. എന്തായാലും ഇത് വല്ലാത്ത രീതിയിലുള്ളത് ഉണ്ടാക്കിയിട്ടുണ്ട്. ബന്ദികളാക്കുന്ന ഒരു സംഭവം പാകിസ്ഥാനിൽ അടുത്ത കാലത്തായിട്ട് അറിഞ്ഞിട്ടില്ല. പ്രത്യേകിച്ച് ട്രെയിൻ തന്നെ തടഞ്ഞു നിർത്തി ഇവരെ ബന്ദികളാക്കുന്നു. വല്ലാത്ത രീതിയിലുള്ള ഇതാണ്. ബലൂചിസ്ഥാൻ പാകിസ്ഥാനിലെ ഏറ്റവും വലിയ പ്രദേശമാണ് എന്ന് മാത്രമല്ല, ബലൂചിസ്ഥാനിലാണ് ഏറ്റവും കൂടുതൽ ധാതു നിക്ഷേപങ്ങൾ ഉള്ളത്. പക്ഷെ ഒരു തരത്തിലും വികസനം പ്രാപിച്ചിട്ടില്ലാത്ത, വികസന പദ്ധതികളില്ലാത്ത പ്രദേശമാണ് ബലൂചിസ്ഥാൻ. അതുകൊണ്ട് തന്നെയാണ് ബലൂജ് ലിബറേഷൻ ആർമിക്ക് ജനങ്ങൾക്കിടയിൽ ഇത്ര സ്വാധീനം ലഭിക്കുന്നത്. പാകിസ്ഥാൻ എല്ലാ കാലത്തും തലവേദനയാണ് ബലൂചിസ്ഥാനിലെ ലിബറേഷൻ ആർമി. ശരി, പി ജെയിംസ് ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു.